സോങ് ഓഫ് ഫയർ ആൻഡ് ഐസ് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ്, ഇവ രണ്ടിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കഥാപാത്രമാണ് ഡയർവൂൾഫ്. പക്ഷെ ഇന്ന് വാർത്തകളിലും യൂട്യൂബിലും ഈ ജീവികൾ ഇടം പിടിച്ചിരിക്കുകയാണ്. മാമത്തുകളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് സർപ്രൈസ് ആയിട്ടാണ് ഡയർവൂൾഫുകളുടെ തിരിച്ചുവരവ്. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എന്താണ് ഡയർവൂൾഫ്? ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ഡയർവൂൾഫ്. ഇവർ കാണപ്പെട്ടിരുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് അവരെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളൂ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ചിട്ട് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് ഗ്രേ വൂൾഫാണ്. പക്ഷെ ഗ്രേ വൂൾഫുകളായിട്ട് തന്നെ ഇവർക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം 6000 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഗ്രേ വൂൾഫുകളിൽ നിന്ന് ഡയർ വൂൾഫുകൾ പിരിഞ്ഞത്. 80 കിലോ വരെ ഭാരം വെക്കുന്ന ജീവികളായിരുന്നു ഡയർ വൂൾഫ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗ്രേ വൂൾഫുകൾ കേവലം 50 കിലോ മാത്രമാണ് ഭാരം വരാറുള്ളൂ. ചെറിയ ജീവികളെ ഭക്ഷിച്ചു വരുന്ന ഗ്രേ വൂൾഫുകൾക്ക് വിപരീതമായിട്ട് ഡയർ വൂൾഫുകളുടെ ഭക്ഷണം വളരെ വലിയ ജീവികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പല്ലും അതിനനുസരിച്ച് ഈ വലിയ ജീവികളുടെ എല്ല് വരെ മുറിക്കാൻ പാകത്തിലുള്ളതാണ്. ചെന്നായകളും കുറുക്കനും നായയും എല്ലാം ഉൾപ്പെടുന്ന കാനസ് കുടുംബത്തിൽ പോലുമല്ല ഡയർ വൂൾഫുകൾ ഉള്ളത്. ഗ്രേ വൂൾഫിന് വൂൾഫുമായിട്ടുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് 99.5% ആണ് എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. പക്ഷെ ഇത് ഫീനോട്ടിപ്പിക് സിമിലാരിറ്റിയാണ്. ഫീനോട്ടിപ്പിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ. പക്ഷെ ജനറ്റിക് സിമിലാരിറ്റി എന്ന് പറയുന്നത് വെറും 95 മുതൽ 96% മാത്രമാണ്. നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഗൊറില്ലയുമായി എത്രത്തോളം സിമിലർ ആണോ അത്ര പോലും സിമിലാരിറ്റി ഗ്രേ വൂൾഫുകൾക്കും ഡയർ വൂൾഫുകൾക്കും ഇല്ല.